ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പം ഇന്നാണ് ഞങ്ങളുടെ തലേ ദിവസമാണ് ഞങ്ങളുടെ യൂണിറ്റ് ഓണാഘോഷത്തിൻ്റെ. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ ഓണാഘോഷം ഇവിടെയാണ് നടക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഇങ്ങനെ അവിടുത്തെ പൂക്കളിടാനും അവിടുത്തെ അരങ്ങ് പോലെ ഇങ്ങനെ കെട്ടുന്നൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പള്ളിയുടെ അടുത്തുള്ള ഒരു യൂണിറ്റ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓണാഘോഷമൊക്കെ എല്ലാവർക്കും ചെയ്യാം. ഞങ്ങളിവിടെ ഇങ്ങനെ ബാനർ പോലെയൊക്കെ ഇന്ന് കെട്ടിയിട്ടാണ് ചെയ്യേണ്ടായിരുന്നത്. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞങ്ങളുടെ ഓണം. ഇതാണ് ഞാൻ ഇട്ടത്, ഒരു ബ്ലാക്ക് പോലത്തെ ഒരു ഫ്ലവറിൻ്റെ പാറ്റേണും പിന്നെ ഒരു മുണ്ട് ഗോൾഡൻ കാര്യമുള്ളത്. അപ്പോൾ അത് ഇങ്ങനെയാണ് സ്ഥലം. ഞാൻ അടിച്ചു ഇന്നലെ അതിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. ആദ്യത്തെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പൂക്കളൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കൊച്ചച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വികാരി അച്ഛനാണെങ്കിൽ എന്തോ കാര്യമുണ്ട്, അതുകൊണ്ട് കൊച്ചച്ഛനാണ് വരണത്. അപ്പോൾ ഞങ്ങളുടെ അവിടെയാണെങ്കിൽ മാവേലി വരുന്നത് ഞങ്ങളുടെ യൂണിറ്റുള്ളത് തന്നെയാണ്. അപ്പോൾ മാവേലി വരണതായിട്ട് ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ വരണതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ ഇടണത് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓണക്കളികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മാവേലി വരുന്നതാണ്, ഞങ്ങളുടെ യൂണിറ്റിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പൂക്കൾ പോലത്തെ അവിടെ ഉള്ളതാണ്. പിന്നെ ഓരോ ആൾക്കാരും ഇങ്ങനെ സ്പീച്ച് പറയണതൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ ഒരു നൂലിങ്ങനെ ഗേൾസിൻ്റെ ആണ്. ഇങ്ങനെ ആരാണ് ഫസ്റ്റ് നൂലിങ്ങനെ ആക്കണതുണ്ടായിരുന്നു, ഇങ്ങനെ ആക്കണത്. പിന്നെ ആണെങ്കിൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. എന്നിട്ട് പിന്നെ ആണെങ്കിൽ അമ്മയുടെയും അവരൊക്കെ ഉള്ള തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ കൊച്ചച്ഛൻ വന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കണ നേരമായി. അപ്പം ഞങ്ങളാണെങ്കിൽ പായസത്തിനാണ് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 1 ലിറ്റർ 2 ലിറ്റർ നമുക്കിങ്ങനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സദ്യയൊക്കെ കഴിച്ചു, നല്ല രസമുള്ളതൊക്കെ ആയിരുന്നു. ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കണം, നമ്മൾ വീട്ടിൽ ആൾക്കാർ ഉണ്ടാക്കണത് തന്നെയാണിത്. ഇതുതന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.